മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ പെൺകുഞ്ഞ് ഇന്ന് പുലർച്ചയോടുകൂടി ആ കുട്ടിയെ കാണാതാകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തുന്നത്. മൈസൂരുവിൽ 10 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ട നിലയിൽ കുട്ടി പീഡനത്തിനിരയായെന്ന സംശയമാണുള്ളത്. മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ്. കുടുംബത്തോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടി പിന്നാലെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത്. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, പീഡനത്തിനിരയായി എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? മൈസൂരു ദസറ ഗ്രൗണ്ടിന് സമീപത്താണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. ദസറയുമായി ബന്ധപ്പെട്ട് ബലൂൺ കച്ചവടത്തിന് വന്ന കുടുംബത്തിലെ കുട്ടിയാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. അതായത് ഇവർ താൽക്കാലികമായി ദസറ ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു ഷെഡൊക്കെ കെട്ടിയാണ് താമസിച്ചിരുന്നത്. 4 മക്കളും അച്ഛനും അമ്മയും കൂടിയാണ് താമസിച്ചിരുന്നത്. ഇവർ ഈ സമയത്ത് കുടുംബത്തോടെ ഇങ്ങനെ ബലൂൺ വിൽപ്പനയൊക്കെ നടത്തുകയായിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ കനത്ത മഴ പെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ കുട്ടിയെ കാണാതായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മാതാപിതാക്കൾ കുറെ തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടില്ല. പിന്നീടാണ് ഈ റോഡരികിൽ അതല്ലെങ്കിൽ ഈ ഷെഡിൽ നിന്ന് ഏകദേശം കുറച്ചപ്പുറത്ത് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലത്ത് നിന്ന് രക്തക്കറയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ക്ഷതം ഏറ്റിട്ടുണ്ട് എന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ഏതായാലും നസർബാദ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൽബുർഗിയിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെ പീഡനത്തിനിരയായത്. ഏതായാലും വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ദസറ ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും എക്സിബിഷനും പരിപാടികളൊക്കെയായി നഗരം വളരെ സജീവമായി ആകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു കൊലപാതകവും പീഡനവും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പോലീസ് ഏതായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ചുറ്റുവട്ടത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിൽ നിന്ന് പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. ഈ മാതാപിതാക്കളുടെയൊക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കൊലയാളി ഉടൻ തന്നെ പോലീസ് പിടികൂടട്ടെ. KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.